പ്രസിഡന്റുമാരും പല കുമാരന്മാരും വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ജീവാത്മാവും പരമാത്മാവുമാണ് പോറ്റി. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ ജീവാത്മാവും പരമാത്മാവുമാണ് പോറ്റി. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, പോറ്റിയെ പോറ്റി വളർത്തിയതാണ് ഇവർ. ഇപ്പൊ പോറ്റിയെ പോറ്റി വളർത്തിയിട്ടുള്ള ദേവസ്വം ബോർഡ്, ഭരണകൂടം, രാഷ്ട്രീയ നേതൃത്വം അവർക്കെന്താ പോറ്റി പ്രത്യുപകാരം ചെയ്തത്? പോറ്റിയെ പോറ്റി വളർത്തിയ ആളുകളെ ഇപ്പൊ പോറ്റി തിരിച്ചു വളർത്തുന്നു. ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ കണ്ടുപിടിക്കപ്പെട്ട എങ്ങനെയാണ്? സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞാൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ ദ്വാരപാലക ശില്പം സന്നിധാനത്തിൽ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി 2019 അതായത് ശബരിമല മേനോനെതിരാണ്, നിയമങ്ങൾക്കെതിരാണ് ഹൈക്കോടതിയെപ്പോലും ഇവർ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആചാരാനുഷ്ഠാനങ്ങൾ ഒഴിച്ച് ബാക്കി എന്തെങ്കിലും തീരുമാനം ശബരിമലയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി നിശ്ചയിച്ച സ്പെഷ്യൽ കമ്മീഷണർ, ജില്ലാ ജഡ്ജിന്റെ പദവിയിലുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയും അനുവാദവും നേരത്തെ വാങ്ങേണ്ടതാണ്. എന്നാൽ ഈ ദ്വാരപാലക ശില്പം 2019 ചെന്നൈയിലേക്ക് പോറ്റിക്ക് കടത്തിക്കൊണ്ടുപോകാൻ അനുമതിയും അനുവാദവും നൽകുന്ന സമയത്ത് സ്പെഷ്യൽ കമ്മീഷണർ അനുമതി അന്നും വാങ്ങിയിട്ടില്ല. മാത്രമല്ല 2025 ഏറ്റവും ഒടുവിൽ ഇത് കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത്